ആത്മീയത എന്ന് പറയുന്നത് ഒരു പച്ചസാലെടുത്ത് ചുമലിലിടലല്ല. അതുകൊണ്ട് പച്ചസാലിട്ടവരൊക്കെ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരു വലിയ സാലിട്ടത് കൊണ്ട് ഒരാൾ ആത്മീയതയുള്ളവനാകൂല. അല്ലെങ്കിൽ ഒരു കറുത്ത കുപ്പായം ധരിച്ചാൽ അതുകൊണ്ട് ആത്മീയമുള്ളവനാകൂല. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു തൊപ്പിയും തലേക്കെട്ടും വെച്ചത് കൊണ്ട് ഒരാൾ ആത്മീയതയുള്ളവനാകൂല. ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെ വേഷം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ബോഡിയിലേക്കല്ല, നിങ്ങളുടെ ഡ്രസ്സിലേക്കല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കാണ്. നിങ്ങളുടെ മനസ്സിൽ ഉള്ള ചിന്ത എന്താണ്? ഭൗതിക താൽപര്യമാണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാന്മാരായി ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ, ആ ആളുകളുടെ പേരിൽ ഉപജീവനത്തിന് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും വേഷം കെട്ടുന്ന പലരും ഇല്ലയോ? ഞാനിപ്പോൾ ഇതിന്റെ ബാക്കിൽ അതേ ഉസ്താദിന്റെ മകനുമായി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കുണ്ടൂർ ഉസ്താദ് പ്രത്യേകം ഒരാളെയും ഒരു ഖലീഫയായി പ്രതിനിധിയായി നിശ്ചയിച്ചിട്ടില്ലെന്ന് നിങ്ങൾ പറയണം. ഉസ്താദ് അവറുകൾ ഏറ്റവും സ്നേഹിച്ചത് ആലിമീങ്ങളെയാണ്, ആലിമീങ്ങളെ ഉപദേശമാണ്, ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനാണ്. ഏതെങ്കിലും വിവരമില്ലാത്തവർ അത്തരത്തിലുള്ള വേഷം കെട്ടിയിട്ട് മറ്റ് ആലിമീങ്ങളെ കുറ്റം പറയുകയോ തെറി പറയുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുണ്ടൂർ ഉസ്താദ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല, സാലിഹീങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നതല്ല. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേര് പറഞ്ഞു, അതുപോലെ പലരുടെയും പേര് പറഞ്ഞ് ആത്മീയത ചമയുന്ന പലരുമുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. വളരെയേറെ അപകടം പിടിച്ചതാണ് അത്തരം കാര്യങ്ങൾ. ആത്മീയത എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടത്താനുള്ള, ഞാനൊരു വലിയവനാണെന്ന് തോന്നാനുള്ള പരിപാടിയല്ല. ഞാൻ നേരത്തെ തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബ് പറഞ്ഞല്ലോ. അതിൽ മഹാനവറുകൾ വിവരിക്കുന്നതൊക്കെ മഹതികളായ സ്ത്രീകളുടെ കറാമത്തും അവരുടെ മഹത്വങ്ങളുമാണ്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവരത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചു, ഓ സ്ത്രീകളെ, നിങ്ങളിത് കണ്ടിട്ട് എനിക്കും കറാമത്ത് വേണമെന്ന് മനസ്സിലാക്കി നിങ്ങൾ ആരും ഒരു സൽക്കർമ്മവും ചെയ്യല്ലേ. അതായത് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് അംഗീകാരം വേണമെന്ന് കരുതരുത് എന്നല്ല, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ബഹുമാനം വേണമെന്ന് കരുതരുത് എന്നല്ല, മറിച്ച് അസാധാരണമായ സംഭവങ്ങൾ നേരത്തെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചത് നമ്മൾ പറഞ്ഞു, ഉമർ ഖാദിക്ക് സംഭവിച്ചത് നമ്മൾ പറഞ്ഞു. അതുപോലെ എനിക്കും കുറെ അത്ഭുതങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ പ്രകടമാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സൽക്കർമ്മവും ചെയ്യാൻ നിങ്ങൾ തുനിഞ്ഞു പോകല്ലേ. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയുള്ള അമലല്ല, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ബഹുമാനവും കിട്ടാൻ വേണ്ടിയുള്ള അമലായി പോയി. അത് അല്ലാഹു ഖബൂൽ ചെയ്യുകയില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹ് നല്ലവനാണ്, അവൻ നല്ലതേ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളിൽ വേറെ ഒന്ന് കൂട്ടിച്ചേർത്താൽ അള്ളാഹു അത് വലിച്ചെറിയും എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അവന് വലിയ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു എന്റെ ജീവിതത്തിൽ കുറെ അത്ഭുതങ്ങൾ കാണണം എന്ന നിലക്ക് പ്രവർത്തിച്ചു പോകല്ലേ എന്ന് തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചതായി കാണാം. ചിലർക്കൊക്കെ വേണ്ടത് കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ പ്രകടമായി, ആളുകളൊക്കെ എന്നെ വന്ന് വളയണം, എനിക്ക് വന്ന് കൈതരണം, എന്നെ ബഹുമാനിക്കണം, എന്റെ കൈ പിടിച്ച് ചുംബിക്കണമെന്ന ചിന്ത ഈമാൻ കെടുത്തുന്ന ചിന്തയാണ്.
ഇഖ്ലാസില്ലാത്ത ചിന്തയാണ്, ആഖിറം നഷ്ടപ്പെടുന്ന ചിന്തയാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. റബ്ബ് പറഞ്ഞില്ലേ, അവരോട് കൽപ്പിക്കപ്പെട്ടത് പൂർണ്ണമായും വണക്കം അള്ളാഹുവിനെ മാത്രം തനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്. ഒരിക്കലും അത്ഭുതം കാണണമെന്ന നിലയ്ക്ക് പ്രവർത്തിച്ചുകൂടാ. ഇതുപോലെ ജനങ്ങൾ ബഹുമാനിക്കണമെന്ന് മനസ്സിലാക്കി ജനങ്ങൾ എന്നെ ഒരു വലിയാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെ ഖലീഫയാണെന്നോ ധരിക്കണമെന്ന നിലക്കുള്ള വേഷം കെട്ടുന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കടുത്ത തെറ്റും അതിന്റെ പുറമെ സമൂഹത്തെ ചതിക്കുന്ന ചതിയന്റെ ഏർപ്പാടുമാണ്. ചതിക്കുന്നവൻ ഒരിക്കലും തന്നെ മൻ ഖസ്സ ഫലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കൊടുക്കുന്ന റബ്ബിലേക്കാണ് ഖൽബ് തിരിക്കേണ്ടത്. വേഷം കെട്ടിയിട്ടല്ല ആത്മീയത പ്രകടിപ്പിക്കേണ്ടത്. ആത്മീയത ഉണ്ടാകേണ്ടത് ആത്മാവിലാണ്, അതേ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. അതേ അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അതേ മനസ്സിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ശരീരത്തിലുള്ള ഒരു മാംസകഷ്ണം അത് നന്നായാൽ മുഴുവനും നന്നായിപ്പോയി, ചീത്തയായാൽ മുഴുവനും ചീത്തയായിപ്പോയി. മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ പൊരുത്തം കരുതുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ അംഗീകാരം വേണമെന്നോ, ജനങ്ങൾക്കിടയിൽ എനിക്ക് ബഹുമാനം കിട്ടണമെന്നോ, ജനങ്ങൾ എന്നെ ആദരിക്കണമെന്നോ ഉള്ള ചിന്ത വന്നാൽ വലിയ അപകടം സംഭവിച്ചു പോയി. അതുകൊണ്ടാണ് തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹു അതേ വലിയ വലിയ മഹതികളായ സ്ത്രീകളുടെ പല ചരിത്രവും പറയുമ്പോ, സ്ത്രീകളെ നിങ്ങൾ സൽക്കർമ്മം ചെയ്തോളൂ, നല്ല കാര്യം പ്രവർത്തിച്ചോളൂ, പക്ഷേ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് കേൾക്കുമ്പോ, നഫീസത്തുൽ മിസ്രിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അതുപോലെ മഹദികളായ ഉമ്മു സലീം ബീവിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അങ്ങനെ ഐഷ ബീവിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അങ്ങനെ മഹദികളുടെ കറാമത്ത് കേൾക്കുമ്പോ എനിക്കും കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മനസ്സിലാക്കി സൽക്കർമ്മത്തിനൊരുങ്ങല്ലേ. അത്ഭുതത്തിന് ഇവിടെ വിലയില്ല. അത്ഭുതം ദജ്ജാല് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും, ഇബ്ലീസ് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, അതേ മുൻഗാമികളായ മഹാന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അതാ ഉമയ്യ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ചില ചങ്ങാതിമാരുണ്ടായിരുന്നു. അവര് കാണിച്ച അത്ഭുതങ്ങൾ എത്രയാണ്. അവരിയ്ക്കുന്ന മാർബിളിന് മുട്ടിയാൽ മാർബിൾ ഉറക്കെ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിരുന്നു. അദ്ദേഹത്തെ കൊന്നുകളയാൻ ഭരണാധികാരി കൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട് പലരും പെട്ടുപോകുമ്പോ കൊന്നുകളയാൻ വേണ്ടി ഭരണാധികാരി ഏൽപ്പിച്ചിട്ട് നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ കുന്തം കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് കുത്തിയപ്പോൾ കുന്തം വളഞ്ഞുപോയി, ശരീരത്തിനൊന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ഭരണാധികാരിയായ വലീദ് ഇബ്നു അബ്ദുൽ മലിക് പറഞ്ഞു, നീ അങ്ങനെ കുത്തിയാ പറ്റൂല, കുത്തുന്ന സമയത്ത് ബിസ്മി ചൊല്ലി കുത്തണം. ശൈത്താനാണ്, അവന്റെ മുഴുവൻ അത്ഭുതത്തിന്റെ പിന്നിൽ ശൈത്താനാണ്. ശൈത്താൻ പോകണമെങ്കിൽ ദിക്ർ വേണം, ബിസ്മി ചൊല്ലി കുത്തിക്കോളൂ. അതേ അടുത്തിയെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഒരു കുത്തു കൊടുത്തപ്പോൾ ശരീരം തുളഞ്ഞങ്ങ് കയറിപ്പോയി ആ കുന്തം. നമുക്ക് അതാ അൽ ബിദായത്ത് വ നിഹായയിൽ ചരിത്രം കാണാം.
അത്ഭുതമല്ല വിഷയം, മറിച്ച് തഖ്വയാണ് വിഷയം. അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. നബി തങ്ങൾ അതാ 3 പ്രാവശ്യം ഹൃദയത്തിലേക്ക് ചൂണ്ടി പറഞ്ഞില്ലേ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. അതെ, ഒരിക്കലും ഒരു അഹങ്കാരിയാകാതെ, വിദ്വേഷിയാകാതെ, വൈരാഗ്യം വെക്കുന്നവനാകാതെ, അസൂയ വെക്കുന്നവനാകാതെ, വേറെ ആരെയും നിസ്സാരപ്പെടുത്താതെ, ആരുടെയും ഗീബത്ത് പറയാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കാതെ, ഒരു പണ്ഡിതനെയും നിസ്സാരപ്പെടുത്താതെ, ഒരു മുതഅല്ലിമിനെയും നിസ്സാരപ്പെടുത്താതെ, എന്തിനധികം പറയണം, യാചിക്കാൻ വേണ്ടി വന്ന യാചകനാണെങ്കിൽ പോലും നിസ്സാരപ്പെടുത്താതെ, അല്ലാഹുവിന്റെ അടുക്കൽ എന്നെക്കാൾ എത്രയോ സ്ഥാനം ഒരു പക്ഷേ ഈ യാചകനായിരിക്കാം. ഈ നിലക്കുള്ള താഴ്മയോടുകൂടുള്ള ചിന്തയാണ് ആത്മീയതയുള്ളവർക്ക് ആവശ്യം. കേട്ടോ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവർ ഭൂമിലോകത്ത് താഴ്മയോടുകൂടെ നടന്നു പോകുന്നവരാണ്. അഹങ്കാരമില്ല, തുള്ളിച്ചാടലില്ല, ഞാനാര് എന്ന് തെളിയിക്കാനുള്ള പരിപാടികളില്ല. താഴ്മയോടുകൂടെ നടന്നു പോകുന്നവരാണ് അവർ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഉണ്ടൂർ ഉസ്താദിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ നല്ല കിടക്ക വിരിച്ചു കൊടുത്താൽ ആ കിടക്കയിലിരിക്കും. അതേ ഉസ്താദിന്റെ വീട് ചിലപ്പോൾ നിലത്തും ഇരിക്കും.